ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും ഇസ്രായേൽ പലസ്തീനെതിരായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല. പലസ്തീൻ ഇന്ന് വരെ ഇസ്രായേൽ ആക്രമിച്ചിട്ടില്ല. മറിച്ച് ചങ്ങായിമാർ എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു സന്യാസി വര്യന്റെ ഇസ്രായേൽ സ്നേഹത്തെ കുറിച്ചാണ്. ഈ ചങ്ങായിന്റെ മൊത്തത്തിൽ ഞാനൊരു സന്യാസി എന്ന് പറയില്ല, ഒരു സംഘപരിവാർ അനുകൂലിയായ ഒരു കാഷായ വസ്ത്രധാരി. അത് മാത്രമേ ഇയാളെ വിളിക്കാൻ പറ്റൂ, അല്ലാതെ ഇയാളെ സന്യാസി വര്യ എന്നൊന്നും പറയാൻ കഴിയില്ല. അതായത് ഒരു സന്യാസിക്ക് ഉണ്ടല്ല, പ്രത്യേക വിഭാഗത്തോടോ പ്രത്യേക രാജ്യത്തോടോ ഒരു പ്രത്യേക സ്നേഹമൊന്നും പാടില്ല. ഒരു യഥാർത്ഥ സന്യാസി വര്യനാണെങ്കിലുണ്ടല്ല, എല്ലാവരോടും തുല്യതയോടുകൂടിയുള്ള സ്നേഹം വേണം. അതിന്റെ കൂടെ തന്നെ തെറ്റാരാണോ ചെയ്യുന്നത് അവരെ എതിർക്കുകയും വേണം. ആരാണോ നന്മ ചെയ്യുന്നത്, ആരാണോ നല്ലത് ചെയ്യുന്നത് അവരെ അനുകൂലിക്കുകയും വേണം. ഒരു യഥാർത്ഥ സന്യാസി വര്യൻ. പക്ഷെ ഇദ്ദേഹം ഒരു സന്യാസി വര്യൻ അല്ലാതെ വെറും വര്യനായതുകൊണ്ട് ഇദ്ദേഹം ഉണ്ടല്ല ഇസ്രായേലിനെ അങ്ങ് സ്നേഹിക്കുകയാണ്. കാരണം ഇസ്രായേലിനെ സ്നേഹിച്ചാൽ മാത്രമേ സംഘികൾ ഇദ്ദേഹത്തെ സ്നേഹിക്കുള്ളൂ. അതുമാത്രമല്ല, ഇദ്ദേഹത്തെ പോലെ കാഷായ വസ്ത്രം ധരിച്ച സംഘിയൊക്കെ ഉണ്ടല്ല, ഒരു മുസ്ലിം വിരുദ്ധത, ഒരു മുസ്ലിങ്ങളോടുള്ള ദേഷ്യം ഉണ്ടല്ല, അത് എപ്പോഴും ഉണ്ടാകുമല്ലോ. അങ്ങനെ മുസ്ലിം വിരുദ്ധത മാത്രമുള്ള ഒരു കാഷായ വസ്ത്രധാരി എന്താണ് ഇറാനെ കുറിച്ചും ഇസ്രായേലിനെ കുറിച്ചൊക്കെ പറഞ്ഞ് നമുക്കൊന്ന് കേട്ടിട്ട് വന്നാലോ? കേരളം നമ്പർ 1 ആണ്. കേരളം വിശേഷമാണ്. കാപട്യത്തിന്റെ മറ്റൊരു പര്യായമായി കേരളം മാറിയിരിക്കുകയാണ്. എന്തുകൊണ്ട് കാപട്യം എന്ന് ചോദിച്ചാൽ വളരെയധികം കപടതയാണ്. നമുക്ക് ഏവർക്കും പ്രകടമായി തന്നെ മനസ്സിലാവും. ഇപ്പൊ ലോകത്തിൽ വിവിധ രാജ്യങ്ങളിൽ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. 4 വർഷം കഴിഞ്ഞു റഷ്യ യുക്രൈൻ യുദ്ധം. അത് ഇടയ്ക്കിടയ്ക്ക് ഓരോ പൊട്ടിക്കലാണ്. എന്നുള്ള പൊട്ടിക്കലൊക്കെ നിർത്തി രണ്ടാളും. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിച്ചിട്ട് യുദ്ധം നിലനിൽക്കുന്നുണ്ട് എന്ന് ആ സജീവത കാണിക്കാൻ വേണ്ടിയുള്ള പൊട്ടിക്കലാണ്. വേറെ ഒന്ന് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമുള്ള യുദ്ധം. അതും ഈ പറഞ്ഞ പോലെ നിത്യമില്ല, ഇടയ്ക്കിടയ്ക്ക് ഓരോ പൊട്ടിക്കലാണ്. പിന്നെ ഇപ്പോൾ വളരെ ശക്തമായിട്ട് ഒരു മഹായുദ്ധം എന്ന് പറയാവുന്നതാണ്. ഒരു ഭാഗത്ത് ഇസ്രായേലും അമേരിക്കയും, മറുഭാഗത്ത് ഇറാനും. ഇറാനോടൊപ്പം തന്നെ ആര് ഇസ്ലാമിക ഭീകര ശക്തികൾക്ക് അഭയം നൽകുന്നുണ്ടോ ആ പ്രദേശങ്ങളും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും ഇസ്രായേൽ പലസ്തീനെതിരായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല. ഒരിക്കലും. പലരും കേരളത്തിൽ പറയും അങ്ങനെയാണ്, പലസ്തീനെ ആക്രമിക്കുന്നു. പലസ്തീൻ ഇന്ന് വരെ ഇസ്രായേൽ ആക്രമിച്ചിട്ടില്ല. മറിച്ച് ഹമാസ് ഭീകരർക്ക് ആശ്രയം കൊടുത്ത ഇതിന്റെ പേരിൽ മാത്രമാണ് അവർക്ക് ഉപദ്രവം. എത്ര മനോഹരമായിട്ടാണ് ഈ ചങ്ങായിണ്ടല്ല കാഷായ വസ്ത്രം ധരിച്ചുകൊണ്ട് പച്ചക്കള്ളം പറയുന്നത്, മനുഷ്യത്വരഹിതമായ കാര്യങ്ങൾ പറയുന്നത്, ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ പറയുന്നത്. ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ വേണ്ടി ഇത്രമാത്രം വൃത്തികെട്ട രീതിയിൽ മനുഷ്യത്വരഹിതമായി സംസാരിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ രണ്ട് ടീമിനെ പറ്റൂ. അതൊന്ന് ക്രിസംഗികളും വേറൊന്ന് സംഘികളും. അപ്പൊ ഇദ്ദേഹം ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇസ്രായേലുണ്ടല്ല പലസ്തീനെ അങ്ങോട്ട് പോയി ആക്രമിച്ചിട്ടില്ല, പലസ്തീനും ഇറാനോടല്ല ഇസ്രായേലിനെ ഇങ്ങോട്ട് ആക്രമിച്ചു എന്നൊക്കെയാണ് ഇയാൾ പച്ചക്കള്ളം പറയുന്നത്. എല്ലാ സത്യങ്ങളും ഉണ്ടല്ലോ ഒരു വിരൽത്തുമ്പിൽ കിട്ടുന്ന കാലത്താണ് ഇദ്ദേഹം ഉണ്ടല്ലോ ഒരു സദസ്സിന്റെ മുന്നിൽ പോയിട്ട് ഇമാതിരി പച്ചക്കള്ളം ഒരു ഉളുപ്പില്ലാണ്ട് പറയുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ആ സദസ്സിലിരിക്കുന്ന എല്ലാവരും സംഖ്യകളായിരിക്കും. അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. അവർക്കുണ്ടല്ലോ പച്ചക്കള്ളം കണ്ടാലൊന്നും യാതൊരു കുഴപ്പമില്ല. പച്ചക്കള്ളം കേൾക്കുന്നത് അവർക്ക് ഒരുപാട് സന്തോഷമാണ്. പക്ഷെ അതിന്റെ കൂടി ഉണ്ടല്ല മുസ്ലിം വിരുദ്ധത നല്ലോണം ഉണ്ടെന്നിട്ടില്ല ആ സംഖ്യക്ക് നല്ല രസമായിരിക്കും അത് കേട്ടിരിക്കാൻ വേണ്ടിട്ട്. പിന്നെ മിസ്റ്റർ കാഷായ വസ്ത്രധാരി, താങ്കൾ പറഞ്ഞു ഇറാന്റെ കൂടെയുള്ളത് ഭീകരവാദികളാണെന്ന്. ഹലോ മിസ്റ്റർ കാഷായ വസ്ത്രധാരി, ഇറാന്റെ കൂടെയാണ് നമ്മളെ രാജ്യം, നമ്മുടെ ഇന്ത്യ നിൽക്കുന്നത് കേട്ടാ. അപ്പൊ താങ്കൾ എന്താണ് പറഞ്ഞു വരുന്നത്? പിന്നെന്താണ് താങ്കളെപ്പോലുള്ള സംഘപരിവാർ അനുകൂലികൾക്ക് എന്ത് വൃത്തികളും എന്ത് വിഡിത്തം പറഞ്ഞിനി യാതൊരു കുഴപ്പമില്ലല്ലോ. പിന്നെ താങ്കൾ ആദ്യം തന്നെ പറഞ്ഞു കേരളം കാപട്യത്തിന്റെ പര്യായമായിന്ന്. അത് താങ്കൾക്ക് എന്തുകൊണ്ടാണ് തോന്നുന്നത് അറിയാം. താങ്കൾ സ്ഥിരം കാണുന്നത് താങ്കളെപ്പോലുള്ള ആൾക്കാരെയാണ്. അതുകൊണ്ടാണ് താങ്കൾക്ക് അങ്ങനെ തോന്നുന്നത്. അതായത് മനസ്സിൽ മൊത്തം വർഗീയത കൊണ്ടെടുക്കുന്ന, വായി തുറന്നാൽ പച്ചക്കള്ളം മാത്രം പറഞ്ഞ താങ്കളെപ്പോലുള്ളവരുടെ കൂടെ തന്നെയാണ് താങ്കളുടെ സഹവാസം. അതുകൊണ്ട് തന്നെയാണ് താങ്കളെപ്പോലുള്ളത് കൊണ്ട് തന്നെയാണ് കേരളം കാപട്യത്തിന്റെ വേറൊരു മുഖമായി മാറുന്നത്. താങ്കളെപ്പോലുള്ളവരുണ്ടല്ല കേരളത്തിൽ ഇല്ലെങ്കിലല്ല കേരളം നമ്പർ 1 ആണ്, എപ്പോഴും നമ്പർ 1 ആണ്. ഇനി നമുക്ക് ഈ കാഷായ വസ്ത്രം ധരിച്ച സന്യാസി വര്യന്റെ അടുത്ത സംഖ്യ സൂചിപ്പിക്കലും കൂടി കേട്ടിട്ട് വന്നാലോ? പുതിയ ലെബനണില് പുതിയ നീക്കങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല. ലെബനൺ ഇപ്പോ ഈ ഹൂതി അതുപോലെ മറ്റേ ഇവരുണ്ടല്ലോ ഹിസബുള്ളക്കെതിരായിട്ട് നീങ്ങി കഴിഞ്ഞു നാട്ടുകാർ. കാരണം ഇവർ വന്നിട്ടാണ് നമുക്ക് ഈ ഉപദ്രവമൊക്കെ ഉണ്ടാവുന്നത് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ആ തിരിച്ചറിവ് എല്ലായിടത്തും ഉണ്ടാവുക വേണ്ടത്. ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ നിലനിൽപ്പിന്റെ വിഷയമാണ്. അവർ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടവരാണ്. ലോകത്തിൽ മറ്റൊരു രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ കൗണ്ട് ഡൗൺ ക്ലോക്ക് ഉണ്ടാക്കി വെക്കുക എന്ന് പറഞ്ഞാൽ അത് ആർക്കും അംഗീകരിക്കാൻ പറ്റുക? ഇസ്രായേലിന്റെ നാശത്തിന്റെ കൗണ്ട് ഡൗൺ ക്ലോക്ക് ടെഹ്റാനിൽ വെച്ചിരിക്കുക. അങ്ങനെയുള്ളവരുടെ കയ്യിൽ ന്യൂക്ലിയർ എനർജി വരുന്നത് മറ്റവരെ നോക്കിയിരിക്കുമോ? ഇല്ല. എന്റെ കാഷായ വസ്ത്രം ധരിച്ച സന്യാസി വര്യ
ഇറാൻ ജനതയുണ്ടല്ല, ഇറാനെ ആക്രമിക്കുന്ന ഇസ്രായേലിനോടുണ്ടല്ല, ഒന്നും മിണ്ടാതെ ആ അക്രമമൊക്കെ സഹിച്ചിട്ട് അവിടെ ജീവിക്കണമെന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? പിന്നെ താങ്കൾ അതിന്റെ അടുക്ക് പറഞ്ഞ ഒരു പച്ചക്കള്ളം, ആ പച്ചക്കള്ളം ഞാൻ തിരുത്തുകയാണ് കേട്ടാ. ജൂതന്മാർക്ക് കയറിക്കിടക്കാൻ ഒരു ഇടം കൊടുത്തത് പലസ്തീനാണ്, പലസ്തീൻ ജനതയാണ്. ലോകത്തെവിടെയും അവർക്ക് കയറിക്കിടക്കാൻ ഇടം കൊടുക്കാത്ത സമയത്ത് അവരെ കയറിക്കിടക്കാൻ ഇടം കൊടുത്തതാണ് പലസ്തീൻ ജനതയുടെ ഏറ്റവും വലിയ തെറ്റും. അതായത് ആ കയറിക്കിടക്കാൻ ഇടം കൊടുത്ത പലസ്തീനെ ഇല്ലാതാക്കാൻ നോക്കിയാണ് താങ്കളുടെ നെതന്യാഹുവിന്റെ ടീം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നോക്ക്, അത്രമാത്രം ചെറ്റത്തരം ചെയ്ത ടീമിന് വേണ്ടിയാണ് താങ്കൾ കാഷായ വസ്ത്രം ധരിച്ച താങ്കൾ സംസാരിക്കുന്നത്. അതായത് എന്റെ കാഷായ വസ്ത്രം ധരി മാവേലിയെ ചവിട്ടിത്താറ്റിയ വാമനനില്ലേ, ആ വാമനന്റെ സ്വഭാവമാണ് നിങ്ങളുടെ ഇസ്രായേൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഹിന്ദു വിശ്വാസികളായ നമ്മളൊക്കെ മാവേലിയുടെ കൂടെയല്ലേ നിൽക്കുന്നത്? മാവേലിയല്ലേ സ്നേഹിക്കേണ്ടത്? അങ്ങനെയാകുമ്പോൾ നമ്മൾ ഇറാനെയും പലസ്തീനെയല്ലേ സ്നേഹിക്കേണ്ടത്? എന്റെ സന്യാസി വരിക. പക്ഷെ എന്താ ചെയ്യേണ്ടത്? വിനാശകാലെ ഓപ്പോസിറ്റ് ബുദ്ധിന്ന് ഭീമന്റെ പറഞ്ഞ പോലെയാണ് താങ്കളുടെ അവസ്ഥ. താങ്കളുണ്ടല്ല ഈ വിനാശകാലത്ത് വിനാശം ഉണ്ടാക്കുന്ന ഇസ്രായേലിന്റെ കൂടെയാണ് നിൽക്കുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഭഗവത്ഗീതയിലും ശരി നമ്മുടെ ഹിന്ദുക്കളുടെ എല്ലാ പുരാണങ്ങളിലും പറഞ്ഞിട്ടുള്ളത് ശക്തിയുള്ളവന്റെ കൂടെ നിൽക്കാനല്ല, ധർമ്മമുള്ളവന്റെ നീതിയുള്ളവന്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ മിസ്റ്റർ സന്യാസി വരിക, താങ്കൾ നിൽക്കുന്നത് ശക്തിയുള്ളവന്റെ കൂടെയാണ്. അതായത് നീതിബോധമോ ധർമ്മബോധമോ ഇല്ലാത്ത ഇസ്രായേലിന്റെ കൂടെയാണ് നിൽക്കുന്നത്. അതായത് വേറൊന്നുമില്ല, കൗരവരുടെ പരിപാടിയാണ് താങ്കൾ എടുക്കുന്നത് മിസ്റ്റർ സന്യാസി വരിക. അതായത് ഭഗവാൻ ശ്രീകൃഷ്ണനെ നമുക്ക് വേണ്ട, ശ്രീകൃഷ്ണന്റെ കൂടെയുള്ള ലക്ഷക്കണക്കിന് പടയാളികളില്ലേ, അവരെ വേണമെന്ന്, അവരെ മതി എന്ന് പറഞ്ഞ കൗരവരില്ലേ, ആ കൗരവരുടെ പരിപാടിയാണ് താങ്കൾ എടുക്കുന്നത്. പക്ഷെ പാണ്ഡവർക്ക് വേണ്ടിയിരുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനായിരുന്നു. കാരണം അവരുടെ കൂടെ ഉണ്ടല്ല നീതിയും ധർമ്മവും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ യുദ്ധത്തിൽ പാണ്ഡവർ വിജയിച്ചത്, നീതിയും ന്യായവും അവരുടെ കൂടെയുള്ളത് കൊണ്ട്. അതുകൊണ്ട് തന്നെ മിസ്റ്റർ സന്യാസി വരിക, ഈ യുദ്ധത്തിലുണ്ടല്ല, ഈ യുദ്ധത്തിന്റെ അന്ത്യത്തിലുണ്ടല്ല ഇറാൻ തന്നെ ജയിക്കും. കാരണം ഇറാന്റെ കൂടെ നീതിയും ധർമ്മവും ഉണ്ട് മിസ്റ്റർ സന്യാസി വരിക. പക്ഷെ താങ്കളെ പോലുള്ളവരുണ്ടല്ല, ദൗർഭാഗ്യവശാലുണ്ടല്ല കൗരവപ്പടയായ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കൂടെയാണ് നിൽക്കുന്നത്. താങ്കൾക്ക് എങ്ങനെ, ഒരു ഹിന്ദു സന്യാസി എന്ന് പറഞ്ഞ താങ്കൾക്ക് എങ്ങനെ കൗരവപ്പടയുടെ കൂടെ നിൽക്കാൻ പറ്റുന്നു? എങ്ങനെ നിൽക്കാൻ പറ്റുന്നു? കുഞ്ഞുങ്ങളെയും ഗർഭിണികളെയും യാതൊരു മനസ്താപവും ഇല്ലാതെ കൊന്നു വീഴ്ത്തുന്ന അവരുടെ കൂടെ താങ്കൾക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഒരു യഥാർത്ഥ ഹൈന്ദവനും, ഒരു യഥാർത്ഥ മനുഷ്യനും, ഒരു യഥാർത്ഥ ഭാരതീയനുണ്ടല്ല ഒരിക്കലും നെതന്യാഹുവിന്റെയും ട്രംപിന്റെയും കൂടെ നിൽക്കാൻ പറ്റില്ല. ഒരു യഥാർത്ഥ ഹിന്ദുവിനുണ്ടല്ല ന്യായത്തിന്റെയും ധർമ്മത്തിന്റെയും ഭാഗത്തുള്ള ഇറാന്റെ കൂടെ മാത്രമേ, പലസ്തീന്റെ കൂടെ മാത്രമേ നിൽക്കാൻ പറ്റൂ. അതുകൊണ്ട് ധർമ്മത്തെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചൊക്കെ സംസാരിക്കേണ്ടവരുണ്ടല്ല ഒരിക്കലും ധർമ്മമോ ന്യായമോ കാണിക്കാത്ത നെതന്യാഹുവിന് വേണ്ടിയിട്ടും ട്രംപിന് വേണ്ടിയിട്ടും ഇങ്ങനെ ഘോരഘോരം വാദിക്കുന്നത് കാണുന്നുണ്ടല്ലോ, യാതൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഉണ്ടല്ലോ താങ്കൾ ഒരു സംഘപരിവാർ അനുകൂലിയാണ്. താങ്കളുടെ വായിന്നൊക്കെ ഇത്തരം വർത്താനങ്ങളെ വരുമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് താങ്കൾ ഈ വീഡിയോയിൽ മൊത്തം കണ്ടല്ല കാഷായ വസതാരി എന്ന് മാത്രം വിളിച്ചത്. അതുകൊണ്ട് താങ്കളുണ്ടല്ല താങ്കളുടെ ഈ പരിപാടി തുടർന്നു കൊണ്ടേയിരിക്കുക, സംഘികളെ സുഖിപ്പിക്കുന്ന ഈ പരിപാടി തുടർന്നു കൊണ്ടേയിരിക്കുക. അതുകൊണ്ട് താങ്കൾ ഒരിക്കലും ഒരു സന്യാസിയോ ഒരു സന്യാസി വര്യനോ അല്ലാന്ന് ഞാൻ കൃത്യമായിട്ട് പറയുന്നു. താങ്കൾ വെറും ഒരു സംഘി മാത്രമാണ്. അപ്പൊ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുല.